السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العظيم. طوبى لمن بنى قبة المدينة قد أقاما صلي يا ربنا وسلاما. ربي آتي المنى آتي سيدنا ومقاما من لدنك له وتماما. ബഹുവന്യരായ ഉസ്താദുമാർ, നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഓൺലൈനിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം ഈ സംഗമിച്ചതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവിശാലമായ ഒരു പ്രഭാഷണത്തിന് യോജിച്ച സമയമല്ല. ലോകം മുഴുവൻ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മീലാദ് ശരീഫ് കടന്നു വന്നപ്പോൾ ഇത്രയേറെ പ്രതിസന്ധിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും നമുക്ക് നിയമങ്ങൾക്കെല്ലാം അനുസൃതമായി സാധിക്കുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ മുത്തുനബിയുടെ മഹബ്ബത്ത് പാടിപ്പറയാൻ സാധിക്കും, ആ രൂപത്തിൽ നമ്മുടെ നാടുതോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആധുനികമായ സംവിധാനങ്ങളായ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണയുണ്ടാകുന്നതിലുപരി മദ്ഹിന്റെ വേദികളും സദസ്സുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ഇവിടെ ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് സ്വാഗത ഭാഷണം, ഉദ്ഘാടന ഭാഷണത്തിൽ അത് സൂചിപ്പിച്ചു. അൻ-നിഅമത്തുൽ ഉളുമാ. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇൽഹാറുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ ഒരു നിഅമത്ത്, അതിനേക്കാൾ വലിയൊരു നിഅമത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് നൽകിയിട്ടില്ല. മഹാന്മാരായ അയിമ്മത്തുകളുടെ ഗ്രന്ഥങ്ങളെല്ലാം പരതിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് തങ്ങൾ അവിടുത്തെ റിസാലയിൽ എഴുതി വെച്ചു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും പരാമർശിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, നിനക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്തായ കാഴ്ച, കേൾവി, സംസാരം, സമ്പത്ത്, സന്താനങ്ങൾ, സൗകര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു പടച്ച മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ആ മുഴുവൻ നിഅമത്തുകളുടെയും ഏറ്റവും വലിയ കാരണമായ നിഅമത്തുൽ ഉളുമാ, അത് ബിഅ്സത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ സ്നേഹപ്രപഞ്ചത്തിന്റെ ആഗമനമാണ് എന്ന് ഇമാമിയങ്ങളെല്ലാം എഴുതി വെക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ വിശ്വാസി ഹൃദയങ്ങളും
മുസ്ലിമീങ്ങളും ഈ ഒരു സമയത്ത് വല്ലാതെ സന്തോഷിക്കുകയാണ്. വേണ്ട രൂപത്തിൽ മുത്തുനബിയുടെ നബിദിനാഘോഷം കൊണ്ടാടാൻ കഴിയാത്തതിന്റെ പേരിൽ വിഷമിക്കുകയും ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രഭാവത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠന ലോകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഒരു നേതാവിന്റെ ജീവിതം ഈ ലോകത്ത് വരച്ചു കാണിച്ചതുപോലെ ഒരു നേതാവിനെയോ ഒരു രാഷ്ട്രീയക്കാരനെയോ അതല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ ഒരു ചരിത്രകാരനെയോ അല്ലെങ്കിൽ ഒരു തത്വചിന്തകനെയോ നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. ലോകത്തെ വലിയ വലിയ സാമ്രാജ്യ ശക്തികളായി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പ്രഭാവത്തെ വായിക്കുന്നത് പോലെ നമുക്ക് വായിക്കാൻ സാധിക്കുകയില്ല. ഇത് ഞാൻ കേവലം ഒരു അലങ്കാരത്തിന് പറയുകയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വ്യക്തി പ്രഭാവത്തിന്റെ നടപ്പെങ്ങനെ, ഇരുപ്പെങ്ങനെ, ചലനമെങ്ങനെ, പെരുമാറ്റമെങ്ങനെ, സംസാരമെങ്ങനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മലർക്കെ തുറക്കപ്പെട്ട ഒരു വാതിൽ പോലെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അത്രമാത്രം ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് തന്നെ ഈ ഒരു നേതാവിന് ലോകം കൊടുത്ത അംഗീകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ലോകത്തെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണമായി കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഇമാമിയങ്ങളെ എല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഹബീബായ തങ്ങളെ പരാമർശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം മാത്രം എഴുതിയ എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് ഇന്ന് ലോകത്ത് നമുക്ക് വായിക്കാനുള്ളത്. ഇതുപോലെ ലോകത്ത് ഒരു നേതാവിനെ കുറിച്ചും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ സ്നേഹ ലോകത്തിലേക്ക് ചേരാൻ വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമാണിത്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ റിസാലയിലൂടെ എഴുതി വെച്ചത് അതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഓതി വെച്ച പരിശുദ്ധമായ ഖുർആനിക വചനം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ഒരായത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവിക ലോകത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? ഓ നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഫൽയഫ്റഹു, അവർ സന്തോഷിക്കൂ എന്ന് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ സന്തോഷം എന്താണ്? ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്ത് അവർ സംഗമിക്കുന്ന സംഗമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറായ സംഗമം ഏതാണ്? അത് ഈ റഹ്മത്തിന് വേണ്ടി സംഗമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അൽ മുറാദ് ബിൽ ഫദ്ലി അൽ ഖുർആൻ വബിർ റഹ്മത്തി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടത്തെ റഹ്മത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇവിടത്തെ റഹ്മത്ത് കൊണ്ടുള്ള മുറാദ് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ സന്തോഷിക്കാൻ, സന്തോഷ പ്രകടനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള ഏറ്റവും മഹത്വമായ സദസ്സ് അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്ലിസാണ്.
പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സംഗമിക്കലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ നിഅമത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സമർപ്പിച്ചപ്പോൾ അതിനു വേണ്ടി നമ്മൾ സംഗമിക്കുകയും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറയുകയും ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മഹബ്ബത്ത് എന്ന് പറയുന്ന വലിയ ഒരു ലോകം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകത്ത് നമ്മൾ വായിക്കുമ്പോൾ അടങ്ങാത്ത അനുരാഗത്തിന്റെ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഹബീബായ മുത്ത് നബിയുടെ സ്നേഹലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വലിയ അനുരാഗങ്ങളുടെ കഥ നമുക്ക് പറയാനുണ്ട്. ഓ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണിത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? നിന്റെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും ഈ ഭൂമി ലോകത്ത് അല്ലാഹു പടച്ച സർവമാന സൃഷ്ടികളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരു മനുഷ്യനും മുഅ്മിനാവുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ വരികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ഒരു അനുരാഗം ഏതാണ്? മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും അല്ലാഹു പടച്ചയച്ച മുഴുവൻ സൃഷ്ടികളെക്കാളും വലിയ ഒരു സ്നേഹം. ആ ഒരു സ്നേഹം എങ്ങനെയാണ് കൈമാറേണ്ടത്? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, അൽ മഹബ്ബത്തു സലാസത്തു അഖ്സാമിൻ. സ്നേഹം എന്ന് പറയുന്നത് 3 രൂപത്തിലാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു, 3 രൂപത്തിലുള്ള സ്നേഹമാണുള്ളത്. ആ 3 രൂപത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് ഒന്നാമത്തെ സ്നേഹം ഏതാണ്? മഹബ്ബത്തു ഇജ്ലാലിൻ വ ഇഅ്ലാമിൻ. ആദരവിന്റെയും മഹബ്ബത്തിന്റെയും സ്നേഹമാണ്. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സ്നേഹമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, കമഹബ്ബത്തിൽ വാലിദി. മാതാപിതാക്കളോടുള്ള സ്നേഹം പോലെ. നമ്മുടെ മാതാപിതാക്കളോട് മക്കളായ നമ്മൾ ചെയ്യുന്ന സ്നേഹം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സ്നേഹമാണ്. ശേഷം മഹാനവറുകൾ പഠിപ്പിച്ചു, രണ്ടാമത്തെ സ്നേഹം ഏതാണ്? മഹബ്ബത്തു ശഫഖത്തിൻ വറഹ്മ. അത് കാരുണ്യത്തിന്റെയും കൃപയുടെയും സ്നേഹമാണ്. കമഹബ്ബത്തിൽ ഔലാദി. ഒരു മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പോലെ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞ ഓരോ സ്നേഹത്തെ വിശദീകരിച്ചുകൊണ്ട് ശേഷം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്നാമത്തെ സ്നേഹം ഏതാണ്? മൂന്നാമത്തെ സ്നേഹം മഹബ്ബത്തു മുശാക്കലത്തിൻ വസ്തിഹ്സാനിൻ. പരസ്പരം സഹകരിക്കുക, സഹായിക്കുക, പ്രയാസങ്ങളിൽ പങ്കുചേരുക, സന്തോഷങ്ങളിൽ പങ്കുചേരുക. ഈ രൂപത്തിലുള്ള സ്നേഹം കമഹബ്ബത്തി സായിരിൻ നാസി. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും നമുക്കുള്ള സ്നേഹം പോലെ. എന്നിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 3 സ്നേഹങ്ങളെക്കാൾ വലിയ ഒരു സ്നേഹമാണ്, ഈ 3 സ്നേഹങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ ഒരു സ്നേഹമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ അനുയായിക്കുണ്ടാകേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വലിയ സ്നേഹലോകത്ത് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു അനുരാഗം നമ്മുടെ കൽബിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ അനുയായി വൃന്ദത്തിൽപ്പെട്ട ഒരു മനുഷ്യനുള്ള സ്നേഹം എങ്ങനെയാണ് എന്നറിയാനുള്ള കാരണങ്ങൾ, അതിനുള്ള ഉദാഹരണങ്ങൾ, മാർഗങ്ങൾ ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള
ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ അനുരാഗമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയവും കൂടിയാണിത്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ ലോകപ്രശസ്ത ഗ്രന്ഥമായ ശിഫയിലൂടെ പഠിപ്പിച്ചു. എന്താണ് മഹാനവറുകൾ പറയുന്നത്? മിൻ അലാമാത്തി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മുഅ്മിനായ മനുഷ്യന് ഖൽബിൽ സ്നേഹമുണ്ടോ എന്നറിയാനുള്ള അതിനുള്ള മാർഗം എന്താണ്, അടയാളം എന്താണ്? ഒന്നാമതായി മഹാനവറുകൾ പറയുന്നത് കസറത്തു ദിക്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് ജീവിതത്തിൽ പറയലാണ്, പാടലാണ്. മുത്തുനബിയുടെ മദ്ഹ് ഒരുപാട് കേൾക്കലാണ്, അത് പറയലാണ്, അത് പാടലാണ്, അതിന് വേണ്ട സദസ്സുകളിൽ സംഗമിക്കലാണ്. ഇത് മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ഒരു മാർഗമാണ്, അടയാളമാണ്. രണ്ടാമതായി കൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നത് എന്താണ്? കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലലാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളം വിശദീകരിക്കുമ്പോഴേക്ക് നമുക്ക് ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രണ്ടാമതായി പറഞ്ഞ കാര്യം കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലലാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലുക എന്നുള്ളത് അവന്റെ മഹബ്ബത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഇത് ഞാൻ കേവലം ഒരു അലങ്കാരത്തിന് പറയുകയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്കൊരു ഗ്രന്ഥമുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ് ഒരു ഹദീസ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുസന്നിധിയിലേക്ക് കടന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിന്റെ 4-ൽ ഒരു ഭാഗം മാറ്റിവെക്കുകയാണെന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാണ്, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ഉബയ്യ്, ഓ ഉബയ്യേ, എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് നിനക്ക് ഖൈറാണ്, പക്ഷേ ഫഇൻ സിദ്ദ ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ അധികരിപ്പിച്ചാൽ നിനക്ക് അതാണ് ഖൈർ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ 2 ഭാഗവും ഞാൻ അവിടുത്തെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പോഴും തങ്ങൾ പറഞ്ഞു, ഫഇൻ സിദ്ദ വഹുവ ഖൈറുൽ ലക. അവസാനം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ നബിയേ, എന്റെ ജീവിതത്തിന്റെ മുഴു സമയങ്ങളും തങ്ങളെ മേലിലുള്ള സ്വലാത്തിന് വേണ്ടി ഞാൻ അങ്ങ് മാറ്റിവെച്ചേക്കാം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതങ്ങ് പറയുന്ന നേരം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ ഉബയ്യ്, മോനെ ഉബയ്യേ, ഇദൻ യക്ഫിയക ഹമ്മുദ് ദുനിയാ വ ഹമ്മുൽ ആഖിറ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അല്ലയോ ഉബയ്യേ, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും സ്വലാത്തിന് വേണ്ടി സമർപ്പിക്കാമെന്ന് നീ പറഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തിലെ ദുനിയവിയായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉഖ്റവിയായ എല്ലാ പ്രശ്നങ്ങൾക്കും ആ സ്വലാത്ത് പരിഹാരമാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എല്ലാത്തിനും പരിഹാരം സ്വലാത്താണ് എന്ന് പഠിപ്പിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ഒരു വഴിയാണ് മഹാന്മാര് മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നത്. ബഹുമാനപ്പെട്ട ഇമാം മറാഖിശി തങ്ങൾ തന്റെ ലോക പ്രശസ്ത ഗ്രന്ഥമായ മിസ്ബാഹുൽ ദലാമിലൂടെ നമ്മോട് പറയുകയാണ്. മഹാനവറുകൾ പറയുന്നു, അൻഷദനൽ ഇമാമുൽ ഹാഫിദ് അബുൽ ഹുസൈൻ ഇബ്നു അലി അൽ മിസ്രി എന്ന് പറയുന്ന മഹാൻ വന്നുകൊണ്ട് എനിക്ക് പാടിത്തന്നു. അമ്മസ്വലാത്തു അലൻ നബി ഫയസീറത്തുൻ മർളിയത്തുൻ തുഹമാ ബിഹൽ ആസാമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചൊല്ലുന്ന സ്വലാത്ത് അവന്റെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും പൊറുക്കാനുള്ള കാരണമാണ്. ശേഷം മഹാനവറുകൾ പറയുകയാണ്, വബിഹായനാലുൽ മർഉ ഇസ്സ ശഫാഅതി യുബ്നാ ബിഹൽ ഇഅ്സാസു വൽ ഇക്റാമു. നാളെ ആഖിറ ലോകത്താരും സഹായിക്കാനില്ലാതെ യൗമ യദൂ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ എന്ന് വിലപിച്ചുകൊണ്ട് കരയുന്ന ആഖിറ ലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന മുഴുവൻ സ്ഥാനങ്ങളുടെയും കാരണം മുത്ത് നബിയുടെ മേലിലുള്ള സ്വലാത്താണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവസാനം മഹാനവറുകൾ പറയുന്നത്, കുല്ലി സ്വലാത്തി അലൻ നബി മുലാസിമ ഫസ്വലാത്തുഹു ലനാ ജന്നത്തും വസലാമോ. ജനങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വലാത്തിനെ ദായിമാക്കണം. ആ സ്വലാത്ത് ദായിമാക്കുക എന്നുള്ളത് ഈ രണ്ട് ലോകത്തെയും വിജയത്തിനുള്ള കാരണമാണ്. പ്രിയമുള്ളവരെ, അത്രയേറെ മഹത്വം സ്വലാത്തിനെ കുറിച്ച് മാത്രം ദിവസങ്ങളോളം പറയാനുണ്ട്. ഇതെല്ലാം ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു തരുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ പഠിപ്പിച്ച രണ്ടാമത്തെ മഹബ്ബത്തിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. മൂന്നാമതായി മഹാനവറുകൾ അവിടുന്ന് പറയുന്നത് മഹബ്ബത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലുള്ള സയ്യിദന്മാർ, തങ്ങന്മാർ, അവരെ വല്ലാതെ നമ്മൾ ഇഷ്ക് വെക്കുന്നു, മഹബ്ബത്ത് വെക്കുന്നു, ആദരിക്കുന്നു. അത് മുത്ത് നബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മുടെ ആത്മവിചിന്തനത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ള വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ ശിഫയിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും മഹാനവറുകൾ അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു മുഅ്മിനായ മനുഷ്യനുള്ള മഹബ്ബത്തിന്റെ അടയാളം ഏതാണ്? അവിടുന്ന് പരിചയപ്പെടുത്തുന്നു, ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് കൊണ്ടുപോകലാണ്. നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധമായി പോകുന്ന ഒരുപാട് സുന്നത്തുകൾ. പ്രഭാതമായി എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ ഒരു സുന്നത്ത്. അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് രണ്ടാമത്തെ സുന്നത്ത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ് വീണ്ടും ഒരു സുന്നത്ത്. പ്രഭാതമായി എഴുന്നേൽക്കുമ്പോഴേക്ക് എത്ര സുന്നത്താണ്. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബാനി ലദാ വഅഫാനി നാലാമത്തെ സുന്നത്ത്. ജീവിതത്തിൽ ഒരു വെള്ളിമൂതിരം മുഅ്മിനായ മനുഷ്യൻ ധരിക്കുക എന്നുള്ളത് ഒരു ചെലവുമില്ലാതെ മരണം വരെ കിട്ടുന്ന സുന്നത്ത്. തലമറക്കുക എന്നുള്ളത് വെറുതെ കിട്ടുന്ന സുന്നത്ത്. താടി വെക്കുക എന്നുള്ളത് വെറുതെ ലഭിക്കുന്ന സുന്നത്ത്. സമയവും നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും ചെലവഴിക്കാതെ എത്ര സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ കഴിയും. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ ശിഫയിലൂടെ പഠിപ്പിച്ചത്. ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ഏത് കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാതെ അനുഷ്ഠിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹ്.
ഹബീബായ തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യലാണ്. എന്റെ പ്രിയമുള്ളവരെ, സമയം ചുരുങ്ങുകയാണ്, ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ മറ്റൊരു കാരണം, അടയാളം പരിചയപ്പെടുത്തിയത് അദ്ദബ്ബു അൻ ശരീഅതിഹി, തങ്ങളുടെ ശരീഅത്ത് ജീവിതത്തിൽ കണിശമായി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹറാമുകളെ തൊട്ട് മുക്തമായ ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. കറാഹത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. അവസാനമായി പരിചയപ്പെടുത്തിയ ഒരു സുന്നത്തേതാണ്, അടയാളമേതാണ്? ഇൻകിസാറുൽ ഖൽബി മഅസിമായി ഇസ്മി റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോഴേക്ക് ഖൽബ് പൊട്ടിക്കരയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴേക്ക്, തങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്ന മുഅ്മിനീങ്ങളുണ്ടോ? അത് മുത്തു നബിയോടുള്ള യഥാർത്ഥമായ മഹബ്ബത്തിന്റെ അടയാളമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചരിത്രങ്ങളിലേക്ക് കടക്കാനുള്ള സമയം ഇവിടെയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? മദീനയുടെ ഭരണാധികാരിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയല്ലേ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പാതിരാത്രിയിൽ തന്റെ സമുദായത്തിന്റെ പ്രയാസം അറിയാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന സമയത്ത് അകലെ ഒരു ചെറ്റക്കുടിൽ നിന്ന് കേൾക്കുകയാണ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ മുസ്തഫൂനൽ അഖിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്ന വരികൾ ഇങ്ങനെ കേൾക്കുമ്പോഴേക്ക് മദീന മുഴുവൻ പിടിച്ച് കുലുക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു ചെറിയ കുട്ടിയെ പോലെ ആ വീടിന്റെ ഉമ്മറത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവിടെ ഇരുന്ന് വാവിട്ട് കരയുകയാണ്. വാതിൽ തുറന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് പ്രായമായ ഒരു ഉമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന്. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഉമ്മാ, എന്റെ ഹബീബായ തങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വരികൾ ഒന്നുകൂടി പാടിത്തരുമോ ഉമ്മാ? ആ ഉമ്മ എവിടെ നിന്ന് പാടിക്കൊടുക്കുന്നു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹിൽ മുസ്തഫൂനൽ അഖിയാർ ഹൽ തജ്മഅനി വ ഹബീബി അദ്ദാർ. അല്ലാഹുവേ, ഹബീബായ തങ്ങളോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിൽ സംഗമിപ്പിക്കണേ എന്നർത്ഥം വരുന്ന വരി അങ്ങ് പാടിയപ്പോ ഖൽബ് പൊട്ടി കരഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മഹബ്ബത്തുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരുപാട് മഹാന്മാരുടെ മഹബ്ബത്തിന്റെ കഥ പറയാനുണ്ട്. നമ്മുടെ മുമ്പിലുള്ള സമയം പരിമിതമായത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ച ചര്യകൾ അനുധാവനം ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന അവിടുത്തെ സമുദായത്തോടുള്ള സ്നേഹം എങ്ങനെയാണ്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തോട് കാഴ്ചവെച്ച സ്നേഹം എത്രയാണ്! വഫാത്തിന്റെ സമയം പോലും ഉമ്മത്തി എന്ന് കരഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇമാം ഖാസിമുർ റസാഇ തങ്ങൾ തദ്കിറത്തുൽ മുഹിബ്ബീനിൽ രേഖപ്പെടുത്തുകയാണ്, ഇത്തിഹാഫു സാദത്തുൽ മുത്തഖീനിൽ ഈ വിഷയം രേഖപ്പെടുത്തുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ഞാൻ ഒരു ദിവസം രാത്രിയിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹബീബായ തങ്ങളെ റൂമിൽ കാണുന്നില്ല. മഹദി അവറുകൾ പറയുന്നു, അതുലുബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ ഹബീബായ തങ്ങളെ തേടിപ്പോയി, എവിടേക്കാണ് മുത്തുനബി പോയതെന്നറിയില്ല. അങ്ങനെ വഖദ് ഖറജ മിനൽ ബൈതി, ഹബീബായ തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മഹദി അവറുകൾ പറയാണ്, ഫവജതുഹു സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജന്നത്തിൽ ബഖീഅ. ഞാൻ നോക്കുമ്പോൾ നബി തങ്ങൾ മദീനയിലെ ഖബർസ്ഥാനായ ജന്നത്തുൽ ബഖീഇലാണുള്ളത്. ഉടനെ തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഓടിച്ചെന്നപ്പോൾ കാണുന്ന രംഗം, ഹബീബായ തങ്ങൾ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുന്നു, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി എന്ന് തങ്ങൾ ഇങ്ങനെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. വറാഖിയൻ സുജൂദിൽ കണ്ടു. അപ്പോഴും തങ്ങൾ ഉമ്മത്തിനെ ഓർത്ത് കരയുകയാണ്. വസാജിദൻ തങ്ങൾ സുജൂദിലേക്ക് പോകുന്ന സമയത്തും യാ റബ്ബി ഉമ്മത്തി. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ സമുദായത്തെയും ഓർത്ത് കരഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് എത്രയാണ്. മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്നൽ ഖുർആൻ ഫഹൽ നസീതഹു ലി അജ്ലി ഹാദിഹിൽ ഉമ്മ. അല്ലയോ നബിയെ, തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നതല്ലല്ലോ കേൾക്കുന്നത്, ഈ സമുദായത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ട് തങ്ങൾ ഖുർആൻ മറന്നുപോയോ നബിയേ? ഫലമ്മാ സല്ലമ, ഹബീബായ തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ആയിഷ, ഓ ആയിഷ, അതഅജബീന മിൻ ഹാദാ, ഇത് കണ്ടുകൊണ്ടാണോ നീ അത്ഭുതപ്പെടുന്നത്? അന അഖൂലു മാ ദുംതു ഫിൽ ഹയാതി ഉമ്മതി, എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ തങ്ങൾ പറയാണ്, ഫൈദാ ദഖൽതുൽ ഖബറ, എന്നെ ഖബറിലേക്ക് അങ്ങ് കൊണ്ടുവച്ചാൽ അപ്പോഴും ഞാൻ പറയും യാ റബ്ബി ഉമ്മതി. അതാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ ആഖിറത്തിൽ സുജൂദിൽ വീഴുമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ സവാജിറിൽ എഴുതിയില്ലേ? ശഫാഅത്തിന് വേണ്ടി സുജൂദിൽ വീഴുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മുടെ ഖൽബ് മുഴുവനും ചേരേണ്ടത് ഹബീബായ തങ്ങളെ മഹബ്ബത്തിലേക്കാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രഭാഷണത്തിന്റെ ഈ അവസാനത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഓരോ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെയും വിജയത്തിന്റെ മാനദണ്ഡം അത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖാണ്, മഹബ്ബത്താണ്, ഹുബ്ബാണ്. അതാണ് മഹാന്മാരായ സ്വഹാബ നമ്മെ പഠിപ്പിച്ചത്. ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. ഈ ജീവിതത്തിൽ വരുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആ പരിഹാരം അങ്ങകലെ മദീനയിലാണ്. അതല്ലേ അൽ ഈമാനു യഹ്രിസു ഇലൽ മദീനതി കമാ തഹ്രിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാനിന്റെ ഹൃദയമാനുള്ള മുഅ്മിനിന്റെ ഖൽബ് മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറഞ്ഞതെന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇബാദത്തിനുള്ള ഖിബ്ല കഅബയാണ്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ മഹബ്ബത്തിന്റെ ഖിബ്ല അത് റൗളത്തു റസൂലില്ലാഹ്, മദീനത്തു റസൂലില്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം മദീനയാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖാണ്, മഹബ്ബത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ഖാണ്. ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ചുറ്റുഭാഗവും തടിച്ചുകൂടിയ ശത്രുക്കളുടെ പാരാവാരം കണ്ട സ്വഹാബത്ത് പരിഹാരത്തിന് വേണ്ടി ഓടി വന്നുകൊണ്ട് പാടിയ വരിയാണ്. മഹാനായ ഹാഫിദ് ഇബ്നുൽ ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്, ഒരു അഅറാബിയായ മനുഷ്യൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ വേണ്ടി വന്ന സമയത്ത് പാടിയ വരിയാണ് എന്നാണ്. ഏതായിരുന്നാലും സ്വഹാബ വന്നുകൊണ്ട് പറയുകയാണ്, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, അല്ലയോ നബിയേ, ഞങ്ങൾ കോടി വരാൻ തങ്ങളല്ലാതെ മറ്റാരാണുള്ളത്? ഞങ്ങളുടെ പ്രയാസം പറയാൻ തങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റാരാണുള്ളത്? എന്നിട്ട് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് സ്വഹാബ പറയുകയാണ്, വഅൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഏതൊരു സമുദായത്തിൽപ്പെട്ട മനുഷ്യനും അവന്റെ പ്രയാസങ്ങൾ പറഞ്ഞു ചെല്ലാനുള്ള ഒരേ ഒരു അഭയ കേന്ദ്രം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അവരുടെ പ്രവാചകരാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും അവസാനം എനിക്ക് നൽകാനുള്ളൊരു വസിയത്ത്, ഹബീബായ തങ്ങളെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് രക്ഷക്കുള്ള മാർഗമാണ്, ജീവിതത്തിലെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ്, അഹ്ലുബൈത്തിനോടുള്ള മഹബ്ബത്ത് മുത്ത് നബിയിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വസീലയാണ്. അത് രണ്ടും നമ്മുടെ മുമ്പിൽ നിന്ന് സുഗമമായുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു വഴി ഞാൻ പറഞ്ഞത് മഹബ്ബത്തു അഹ്ലുബൈത്ത് റസൂലില്ലാഹ്, പിന്നെ പറഞ്ഞത് നബി തങ്ങളുടെ സുന്നത്തുകൾ അനുഷ്ഠിക്കുക എന്നാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ വസ്ത്രധാരണങ്ങൾ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ചലനങ്ങളും പെരുമാറ്റങ്ങളും നടപ്പും ഇരിപ്പും സംസാരവും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് ഒരുമി നിൽക്കുന്നതാകണം. അങ്ങനെയുള്ളൊരു മഹബ്ബത്താണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ വേണ്ടത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം മദീനത്തു റസൂലില്ലാഹ്. അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലി കൊതിക്കണം. ഹബീബായ തങ്ങളെ മദീനയിലെത്താൻ ആഗ്രഹിക്കണം. തങ്ങളെ കാണാനുള്ള മോഹം വേണം. മദീനയിൽ ഒരു ഖബർ കിട്ടാനുള്ള ആഗ്രഹം വേണം. അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ വ അവ്വലു മൻ യുഹല്ലികു ഹൽഖൽ ജന്ന. ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നവൻ, ആദ്യമായി ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവൻ, സ്വർഗീയാരാമത്തിന്റെ കവാടം ആദ്യമായി തുറക്കുന്നവൻ ഞാനാണ് എന്ന് തങ്ങൾ പറയുമ്പോൾ ആഖിറത്തിൽ മുത്തുനബിയോട് ചേർന്ന് നിൽക്കാനുള്ള വഴി ഏതാണ്? ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട്, ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട്, ലക്ഷക്കണക്കിന് അയിമ്മത്തുകളുണ്ട്, മദ്ഹ് പാടിയവരുണ്ട്, സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. അവരൊക്കെ മഹ്ശറയിൽ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഹബീബായ തങ്ങളെ കാണാൻ പോയിട്ട് അവിടുത്തെ ശബ്ദം കേൾക്കാൻ പോലും പാപികളായ നമുക്ക് സാധിക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, തങ്ങളിലേക്ക് ചേരാൻ ആ സമയത്ത് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്റെ മേലിൽ സ്വലാത്ത് അധികരിപ്പിച്ച ആളുകളാണ് എന്ന് തങ്ങൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി തങ്ങളെ മേലുള്ള സ്വലാത്താണ് എന്ന് മനസ്സിലാക്കി ഈ പരിശുദ്ധമായ റബീഇന്റെ വസന്തം നമ്മോട് വിട പറയുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് സമർപ്പിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും മദീനയിൽ ചെല്ലാനും ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും അവിടുത്തെ മനാമിൽ കാണാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇമാമീങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ മഹബ്ബത്ത്, യഥാർത്ഥമായ അനുധാവനം, അന്ധമായ അനുകരണം ജീവിതത്തിൽ കൊണ്ടുവന്ന് തങ്ങളുടെ മുഹബ്ബീങ്ങളിൽപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞാൻ നമ്മുടെ ഈ മദ്രസയിൽ പഠിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങളെല്ലാവരും
ഒരുപാട് മദ്ഹ് പറയാനുള്ള തൗഫീഖിനും തദ്രീസിനുള്ള തൗഫീഖിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.